മദ്യവും ലഹരിയും വിളമ്പുന്ന നമ്പർ 80 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കച്ചന്റെ ചേസിംഗിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പന ചെയ്യുന്ന നമ്പർ 80 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഈ പുള്ളി കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറച്ചല്ല ഒരുപാടായി ഡ്രഗ്സിനെതിരെയും ചില ഹോസ്പിറ്റലുകളിലെ കൊള്ളരുതായ്മകൾക്കെതിരെയും പല സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ ആ പുള്ളി ആദ്യഘട്ടത്തിൽ ഈ ഡ്രഗ്സിനെയൊക്കെ എതിരെ സംസാരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സപ്പോർട്ട്, ഞാനും അത് വിശ്വസിച്ചു, അത് സത്യമാണെന്നുള്ള നിലയ്ക്ക്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ, പുള്ളി ലഹരി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഇവനിത് സർവ്വം മിസ്യൂസ് ചെയ്തതാണ്. കാര്യം ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഹോസ്പിറ്റലുകൾ, സ്ഥാപനങ്ങൾ, ഇങ്ങനെ കണ്ട കേസിലെല്ലാം ഈ പുള്ളി എന്ത് ചെയ്യും, അവരെ വിളിച്ചിട്ട്, എൻ്റെ ഒരു തോന്നലാണ്, പുള്ളി ഭീഷണിപ്പെടുത്തും, ഞാൻ വീഡിയോ ചെയ്യും, നിങ്ങൾ ഇത്ര കാശ് തരണം അല്ലെങ്കിൽ പ്രശ്നമാക്കും എന്ന് പറഞ്ഞിട്ട് പൈസ തട്ടിച്ചെടുക്കാനുള്ള ഒരു ക്രിമിനൽ സ്വഭാവം ആൾക്കുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തോന്നലല്ല, അത് സത്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി ഈ പൊന്നുമോനെ വിശ്വസിച്ചിട്ട് എല്ലാ കാര്യവും അവനോട് പറഞ്ഞു. എന്നിട്ട് അവളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടി 25 ലക്ഷം രൂപ വാങ്ങിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു വിഷയത്തിൽ ഹനാൻ ഷാക്കൊക്കെ റോളുള്ളതായിട്ടൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഇങ്ങനെ എന്തെങ്കിലും വലിയ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് വലിയ പേരെടുക്കുക, ജനങ്ങളെ കഥ മെനഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കുക, എന്നിട്ട് കുറച്ച് ആളുകൾ, ഞാൻ കേൾക്കുന്നത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ശരിക്കുള്ള പണി തുടങ്ങും. അതാണ് ഈ ഒരു കേസിൽ കാണുന്നത്. അപ്പോൾ ഇയാൾ മാത്രമല്ല, പല യൂട്യൂബേഴ്സും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവരുടെ ശേഷിയും കഴിവും മുതലെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ശരിക്കും ഇതിന് നിയമം മൂലം ഇതിനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ അവസരം മുതലെടുത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സ്വയം കോടതികൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.